പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ്. 2024 വരെയുള്ള പരീക്ഷകളൊക്കെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് ഗുണപ്രദമാവുന്ന കുറേ ചോദ്യങ്ങൾ, അവയുടെ ഫൈനൽ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങൾ നമുക്കൊന്ന് വളരെ വേഗത്തിലൊന്ന് പഠിച്ചു പോകാം. ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് പരിചയപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. കുളച്ചിൽ യുദ്ധം, കുണ്ടറ വിളംബരം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ആറ്റിങ്ങൽ കലാപമാണ് തന്നിരിക്കുന്നതിൽ ഏറ്റവും ആദ്യം നടന്നിരിക്കുന്നത് 1721 കാലഘട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ 3 വെച്ച് ആരംഭിക്കണം. അങ്ങനത്തെ ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷമാണ് കുളച്ചിൽ യുദ്ധം നടക്കുന്നത് 1741 ആ ഒരു കാലഘട്ടത്തിൽ. കുണ്ടറ വിളംബരം, പിന്നെ ശ്രീരംഗപട്ടണം ഉടമ്പടിയുണ്ട്. അതിൽ ആദ്യം നടക്കുന്ന 1792 കാലഘട്ടത്തിൽ ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. അതിനുശേഷമാണ് 1809 ജനുവരി 11 കൃത്യമായിട്ട് ആ ഡേറ്റ് ചോദിക്കാറുണ്ട്, കുണ്ടറ വിളംബരം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചുവടെ സൂചിപ്പിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. വോൾട്ടയർ, ടോട്ടസ്കി, തോമസ് പെയിൻ, സൈമൺ ബൊളിവർ എന്നിങ്ങനെയാണ് രണ്ടാമത്തെ കോളത്തിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ അറിയുമോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ SCR ടെക്സ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നതാണ് തോമസ് പെയിൻ. അപ്പോൾ തോമസ് പെയിൻ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 എന്ന് പറയുന്നത് സിയുമായിട്ട് ബന്ധിപ്പിക്കാം. അങ്ങനെ വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ, എയും സിയും മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതിനുശേഷം ഇവിടെ നമുക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വോൾട്ടയർ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം 2 എയുമായിട്ട് ബന്ധിപ്പിക്കണം. എയും സിയും നോക്കുമ്പോൾ അങ്ങനെ എയിൽ മാത്രമാണ് അങ്ങനെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് തോമസ് പെയിൻ എന്നും, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വോൾട്ടയർ എന്നും, അതേപോലെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സൈമൺ ബൊളിവർ എന്നും, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ട്രോട്സ്കി എന്നും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നത് നന്നായിരിക്കും. 1857 കലാപം ആരംഭിച്ചത് അവധിലാണ്. നമ്മൾ പണ്ട് മുതലേ ഈ പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നതാണ്. മീററ്റിലാണ്, ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. അപ്പോൾ 1 തെറ്റാണ്, ശരിയായതാണ് കണ്ടുപിടിക്കേണ്ടത്. 1 ഓപ്ഷനിൽ വരാൻ പാടില്ല. എ എന്ന് പറയുന്ന ഓപ്ഷൻ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ, ഡി എന്ന് പറയുന്ന ഓപ്ഷനിലൊക്കെ 1 വരുന്നുണ്ട്. അതുകൊണ്ട് ഡിലീറ്റ് ആക്കാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ഫൈസാബാദ് കലാപം നയിച്ചത് ബീഗം ഹസത്ത് മകളായിരുന്നു. അത് തെറ്റാണ്. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫൈസാബാദിൽ കലാപം നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മൗലവി അഹമ്മദുള്ളയാണെന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് 1857 കലാപവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യമാണ്. 4ാമത്തെ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. അപ്പോൾ 4ാമത്തെ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 5ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനയാണ് ശരിയല്ലാത്ത? അപ്പോൾ ശരിയല്ലാത്തത് എന്ന ഭാഗത്ത് ഒരു അണ്ടർലൈൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടെ തന്നിരിക്കുന്നു അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എന്നാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കാറുള്ളത് തന്നെയാണ്. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പഠിക്കാറുള്ളതാണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയല്ലാത്തത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 1 ഒരിക്കലും നമ്മുടെ ഓപ്ഷനിൽ വരാൻ പാടില്ല. അപ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ആക്കാൻ പറ്റും. ഇനി അടുത്തൊരു ചോദ്യം, ആന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്. ഇവിടെ നമുക്കറിയാം നിലവിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആന്റോണിയോ ഗുട്ടറസ് തന്നെയാണ്. പക്ഷെ അദ്ദേഹം 2020 2017-21 ആ ഒരു കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഈ ഒരു പദവിയിലേക്ക് എത്തുന്നത്. വീണ്ടും അദ്ദേഹം ഈ ഒരു പദവിയിലേക്ക് വരുന്നു 2022-26 ആ ഒരു കാലഘട്ടത്തിൽ. നിലവിൽ അദ്ദേഹം ഈ ഒരു പദവിയിൽ തുടരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമ്മുടെ ഓപ്ഷനിൽ നിർബന്ധമായിട്ടും വരണം. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റും. ഇനി എയും സിയുമാണ് അവശേഷിക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയാണ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ 2 മാത്രമാണ് എന്ത് തെറ്റായിട്ടുള്ളത്. ആ തെറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2017 മുതൽ അദ്ദേഹം ആ ഒരു പദവിയിലുണ്ട്.
വീണ്ടും രണ്ടാമത് അദ്ദേഹം വരുന്നുണ്ട്. അതായത് ഒന്നാമത്തെ ടേം അവസാനിച്ച ശേഷം 2022-26 രണ്ടാമത്തെ ടേം ഇപ്പോൾ നിലവിൽ അദ്ദേഹം രണ്ടാമത്തെ ടേമിൽ നിൽക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഏത് രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പോർച്ചുഗാലാണ്. പോർച്ചുഗാലിന്റെ മുൻ പ്രധാനമന്ത്രിയാണ്. ഇനി നമ്മുടെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കുന്ന SCRT-യിലൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് അടുത്ത ചോദ്യമായിട്ട് നൽകിയത്. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്നാണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. സ്റ്റീരിയോസ്കോപ്പ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഈ ചോദ്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതേപോലെ തന്നെ ഇത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ തൊട്ടു മുമ്പ് ചോദിച്ച ചോദ്യമൊക്കെ. അപ്പൊ ഇവിടെ എന്താണ്, ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. താപീയ മധ്യരേഖയാണ്. താപീയ മധ്യരേഖ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇതൊക്കെ PSC റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. SCR ടെക്സ്റ്റ് ബുക്ക് ഒരു കോളത്തിനുള്ള ചുരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചുരങ്ങൾ തന്നെയാണ് എടുത്ത് ചോദിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾ പറയും ഉത്തരം പറയാനും അതുപോലെ തന്നെ നമ്മൾ ടീ കൊടുക്കാനും നമ്മൾ ലിപ്പ് ഉപയോഗിക്കും. വായിന്റെ ലിപ്പ് ഉപയോഗിക്കും നമ്മൾ പഠിച്ചിട്ട്. ലിപ്പുലേക്ക് ചുരം എന്ന് നമ്മൾ കോഡിലൂടെ പഠിച്ചു വെക്കുന്നുണ്ട്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 9ാമത് ചോദ്യമാണ്. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ് എന്നതാണ് 9ാമത്തെ ചോദ്യം. ഇവിടെ ഈ 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദേശീയ ജലപാത 5 എന്നാണ് വരേണ്ടത്. ദേശീയ ജലപാത 5 എന്നാണ്. അപ്പോൾ പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മിണി അതേപോലെ തന്നെ മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണെന്ന് ചോദിച്ചാൽ ദേശീയ ജലപാത 5-ലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ദേശീയ ജലപാത 5-ലാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ദേശീയ ജലപാത 5 എന്ന് പറയുന്നതാണ്. ഇവിടെ നമ്മൾ ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് ഒരു അലഹബാദ്, ഹാൽഡിയ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഗംഗാ നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി ഈ നദിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും ഗംഗാ നദി എന്നാണ് പറയുക. ഇനി നാഷണൽ വാട്ടർ വേ 2 അത് സാദിയ, ദുബ്രി ഈ 2 സ്ഥലങ്ങളെ തമ്മിലാണ്. അത് ബ്രഹ്മപുത്ര നദിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ദേശീയ ജലപാത 3 അത് നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്നതാണ്. ദേശീയ ജലപാത 3 കൊല്ലം, കോഴിക്കോട്. പണ്ട് ഇത് കൊല്ലം കോട്ടപ്പുറം എന്ന് പറയും. ഇപ്പൊ അത് കോഴിക്കോട് വരെയാണ്. ഇതിനാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നത്. ഇനി കാക്കിനാട, പുതുച്ചേരി ഈ 2 സ്ഥലങ്ങളെ തമ്മിലാണ് ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നതെന്ന് ഓർത്തിരിക്കണം. ദേശീയ ജലപാത 4 കൃഷ്ണ, ഗോദാവരി നദിയിലായിട്ടാണുള്ളത്. ഇതിൽ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത 5 ആണ്. അത് ബ്രാഹ്മിണി, മഹാനദി ഈ 2 നദികളുമായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ കൃത്യമായിട്ട് SCRT ഫാക്റ്റ് ആണ്. ഈ 1 മുതൽ 5 വരെയുള്ള ദേശീയ ജലപാതയ്ക്കുള്ളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പറഞ്ഞു പോയത്. ഇനി അടുത്തത് നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 10ാമത്തെ ചോദ്യം, 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? വീണ്ടും പരീക്ഷിക്കുവാണെങ്കിൽ ഇത് ചോദിക്കാം. അതുകൊണ്ട് ഇത് പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇവിടെ 10ാമത്തെ ചോദ്യം ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. സോർസൻ എന്നതാണ് ഉത്തരമായിട്ട് വരിക. സോർസൻ 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ഏത്? സോർസൻ എന്ന കാര്യം ഓർക്കുക. എന്താണ് സോർസൻ? സോർസൻ എവിടെയാണെന്ന് വെച്ചാൽ രാജസ്ഥാനിലാണ്. സോർസൻ എവിടെയാണ്? രാജസ്ഥാനിലാണ്. വന്യജീവി സംരക്ഷണ കേന്ദ്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന 1ാമത്തത് കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്കാണ്. ശരിയായതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ 1ാമത്തത് ശരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് തെറ്റായത് കണ്ടുപിടിച്ചിട്ട് ഡിലീറ്റ് ആക്കാനാണ് ഇവിടെ പറ്റേണ്ടത്. അപ്പോൾ 1 ശരിയാണ്. ആസ്ഥാനം മുംബൈ ശരിയാണ്. ഇനി 3ാമത് കൊടുത്തിരിക്കുന്നത് ശിവരാമൻ കമ്മിറ്റി, ഈ നബാർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. അതും ശരിയാണ്. ഇവിടെ 4 1982 സ്ഥാപിച്ചു. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ
ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്, കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്, കോഴിക്കോട്. അടുത്ത ചോദ്യം സ്വാതന്ത്ര്യ ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം നമ്മൾ ഓൾറെഡി ഇന്നലെ 2 ദിവസം മുമ്പ് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കോഡ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 12 പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന കോഡ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന പ്ലാൻ ഹോളിഡേ ഒക്കെ ഏത് വർഷമാണെന്ന് ഓർത്തിരിക്കാനൊക്കെ ഒരു ടിപ്പ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. നമ്മുടെ SCRT പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയത്. എപ്പോഴും PSC ചോദിക്കുന്ന കാര്യങ്ങളാണ്. താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത് 13ാമത്തെ ചോദ്യമാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ്, 66, 69 ആണ് ഉത്തരമായിട്ട് വരുന്നത്. 66, 69 എന്ന ഓപ്ഷൻ ബി ആണ് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. ഇനി 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, നരസിംഹ റാവു ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മുംബൈ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തതേത്? താഴെ നിന്ന് മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി, യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം, രാഷ്ട്രീയപരമായ വിധേയത്വം, തൊഴിൽ വൈദഗ്ധ്യം എന്നിങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന 1ഉം 3ഉം മാത്രം എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് താഴെ നിന്ന് മുകളിലേക്കുള്ള അധികാര വിതരണ കേന്ദ്രം എന്നാണ് നൽകിയിരിക്കുന്നത്. അത് എന്താണ്? ഇന്ത്യയുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തതാണ്. ഇനി 3 രാഷ്ട്രീയപരമായ വിധേയത്വം എന്ന് പറയുന്നതും നമ്മുടെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തതാണ്. അപ്പൊ കേരളം ഭരണ സംവിധാനം എന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മളിത് പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരം ഫൈനൽ ആൻസർ കീ പ്രകാരം 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്നതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. വി ഹരി നായർ IAS ആണ്. വി ഹരി നായർ IAS. വി ഹരി നായർ IAS ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 17ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം 3 വായന നടക്കും എന്ന് നമുക്കറിയാം. അതിൽ ഏത് വായനയുടെ സമയത്താണ് ഏറ്റവും കൂടുതൽ ചർച്ചകളും തിരുത്തലുകളും ഒക്കെ സംഭവിക്കുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് 2ാം വായനയുടെ സമയത്താണ്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ശരിയായ വസ്തുതകളാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 19ാമത്തെ ചോദ്യം, യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് നൽകിയിരിക്കുന്നത്. ഇനി അടുത്തത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നിയമമാണ് നിലനിൽക്കുക എന്നാണ് ഇവിടെ കൊടുത്തത്. അടുത്തത് യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരം ഉണ്ടാകും. പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ കീ പ്രകാരം PSC നൽകിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. PSC നൽകിയിരിക്കുന്ന ഉത്തരം അതായത് 2ഉം 1ഉം മാത്രം എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ, ശരി. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക.
അടുത്ത യൂണിയൻ ലിസ്റ്റ്, കൺഗ്രസ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ്, അപ്പോൾ അതും തെറ്റാണ്. ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പോസ്കോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി. അതൊക്കെ PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. ഈ പറയുന്ന ഈ ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്ന ടോപ്പിക്കും, അതുപോലെ കേരളം ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെ, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി, അതേപോലെ നമ്മുടെ വേൾഡ് ജോഗ്രഫി തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ നമുക്ക് മാർക്കുകൾ കിട്ടും. അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ കുറേ സബ്ജക്റ്റുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യണം. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പ് ചോദ്യപേപ്പറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് 2024 അസിസ്റ്റന്റ് കമ്പൈലറിൻ്റെ ചോദ്യപേപ്പറാണ്. ഇന്നലെ ഒക്കെ ആയിട്ട് അതിൻ്റെ ഫൈനൽ കീ വന്നതാണ്. അതാണ് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഇതേ ചോദ്യം നിങ്ങൾ പല പരീക്ഷകളിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആക്റ്റൊക്കെ പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ. കാരണം നിങ്ങൾ അധികം ഒന്നും പഠിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും. ഇനി കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടലിൻ്റെ പേരാണ് ചോദിച്ചത്. ഇവിടെ ഓപ്ഷൻ സി ആണ്, സുനീതിയാണ്. ഇതൊക്കെ വീണ്ടും ചോദിക്കും, ഓർത്തു വെച്ചോ, സുനീതിയാണ്. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് അവിടെ പറയുന്ന കാര്യങ്ങൾ പഠിക്കാൻ നോക്കണം. ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ആപ്പ് തുടങ്ങിയിട്ടുണ്ട് അതുണ്ടായിരിക്കും, അവരുടെ പദ്ധതികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആ വെബ്സൈറ്റിൽ നിന്നായിരിക്കും ഈ ചോദ്യകർത്താവ് എടുത്ത് ചോദിക്കുക. ഇവിടെ നമ്മളിവിടെ പറഞ്ഞ ഈ ഒരു പോർട്ടൽ ഓർത്തിരിക്കുക, സുനീതി എന്നതാണ് ഈ ഒരു പോർട്ടലിൻ്റെ പേര്. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായിട്ട് ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി എന്ന് പറയുന്ന ആ ഒരു വെബ് പോർട്ടൽ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് ഏതാണ്? ഇത് റിപ്പീറ്റ് ആയിട്ട് 2024 പരീക്ഷയിൽ ചോദിച്ചു. അടുത്തൊരു പരീക്ഷയിൽ ചോദ്യം വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, രംഗശ്രീ എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. LDC പരീക്ഷയിൽ വരാൻ പോകുന്ന LDC പരീക്ഷയിൽ റിപ്പീറ്റായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഇതിനു മുമ്പും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് പഠിച്ചിരുന്നു. ഇപ്പോൾ ഇത് അടുത്തത് പഠിക്കുന്നു. രംഗശ്രീ, കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതി. ഇനി അടുത്തത്, അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ഇപ്പോൾ ഈ പറയുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. കാരണം നമ്മൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വായിച്ചിട്ട് പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ 23ാമത്തെ ചോദ്യം, 1. സംസ്ഥാന ഗവൺമെൻറ് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടിസ്ഥാന ചുമതല എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണെന്നാണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവയൊന്നുമല്ല എന്ന 23ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടിസ്ഥാന ചുമതല. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇത്രയും സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ നൽകിയത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് നൽകിയത്. സംസ്ഥാന ഗവൺമെൻറ് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടിസ്ഥാന ചുമതല എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്താണ്, അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ കൃത്യമായിട്ട് ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്നതാണ്. സംസ്ഥാന ഇന്ത്യൻ ഭരണഘടനയിൽ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി വരുന്ന അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച്
സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 6-ൽ അനുച്ഛേദം 153 മുതൽ 167 വരെയുള്ള അനുച്ഛേദങ്ങളാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ 165 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. 165 എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന് ഈ ഭരണഘടനാ വിഷയങ്ങളിൽ നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് കോടതികളിൽ ഹാജരാകുന്നതൊക്കെ അഡ്വക്കേറ്റ് ജനറലാണ്. സംസ്ഥാന നിയമസഭയിൽ പങ്കെടുക്കാനും തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനും സാധിക്കുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന 1ഉം 2ഉം ഇവിടെ എന്താണ് ശരിയാണ്. പിന്നെ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. പിന്നെ വോട്ട് ചെയ്യാൻ പറ്റില്ല, നിയമസഭയിലൊക്കെ പങ്കെടുക്കാം, അഭിപ്രായം പറയാം, പക്ഷെ വോട്ടവകാശമില്ല. അതുകൊണ്ട് ഇതെല്ലാം ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ നൽകാത്തതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഈ ഒരു ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. 24ാമത്തെ ചോദ്യത്തോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കാം. ഇവിടെ നമ്മളെ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. 24ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 14 ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 14 നിയമത്തിനു മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടി എന്നാണ്. അപ്പം നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടാനിയ എന്ന കോഡിലൂടെ നമ്മൾ പഠിക്കാറുണ്ട്. അത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണെന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ അത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 14 ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച 24ഓളം ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിലൂടെ ആയിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ കൂടുതലായിട്ട്. പ്രീവിയസ് ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ പഠിക്കുക വഴി ഏതെല്ലാം മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും ഇതേ ചോദ്യങ്ങൾ തന്നെ നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ കണ്ടു. 2024 പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. വീണ്ടും വരാൻ പോകുന്ന LDC പരീക്ഷയിൽ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിലൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ ചെയ്യാം ഇനിയുള്ള ദിവസങ്ങളിൽ. ഒപ്പം നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും നല്ലോണം പഠിച്ചാൽ ഈ ഒരു ഉദ്യോഗം നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് തുടർന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.